മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കേരള ഓൾ ഇന്ത്യ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ അതിന്റെ പിന്നെ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ വമ്പൻ ട്രെൻഡായി മുന്നോട്ട് പോകുന്ന എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ വരുമ്പോൾ ഓൾ ഇന്ത്യയിൽ നിന്നും 12 കോടിക്ക് മുകളിലും കേരളത്തിൽ നിന്ന് 9 കോടിക്ക് മുകളിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3 കോടിക്ക് മുകളിലും അതിൽ തന്നെ കർണാടകയിൽ നിന്ന് 2 കോടിക്ക് അടുത്തുമാണ് സിനിമയുടെ കളക്ഷൻ. അങ്ങനെ സിനിമ ഇനിയും തിയേറ്ററിൽ എത്താൻ 4-5 ദിവസങ്ങൾ ബാക്കി നിൽക്കിയ സ്വപ്നതുല്യമായ ഒരു അഡ്വാൻസ് ബുക്കിംഗ് തന്നെയാണ് എമ്പുരാൻ എന്ന ചിത്രത്തിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ 32-33 കോടിയിലേക്ക് ഈ ഒരു ലാസ്റ്റ് സമയത്ത് സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ എത്തപ്പെട്ടു എന്നുള്ള പുതിയ വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കപ്പോൾ വമ്പൻ ട്രെൻഡിങ് ഒരു തള്ളിക്കയറ്റം നമുക്ക് ബുക്കിംഗിൽ കാണാൻ സാധിച്ചു. മറ്റുള്ള രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ് തുടക്ക സമയത്ത് ബുക്കിംഗിൽ കാണാൻ സാധിച്ചത്. ഇപ്പോൾ ഇതാ ഒരു സ്റ്റഡി പ്രീസെയിൽ കളക്ഷൻ നിലനിർത്തി ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നു ഓരോ ദിവസവും. ഇപ്പോൾ വന്ന പുതിയൊരു അപ്ഡേറ്റ് പ്രകാരം സിനിമയുടെ ആദ്യ ദിന FD കളക്ഷൻ 50 കോടിക്ക് മുകളിൽ എത്താനുള്ള ഒരു സാധ്യത കാണുന്നു എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതൊരു റെക്കോർഡാവും, അതൊരു ചരിത്രവും. ആദ്യമായിട്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് 50 കോടി FD നേടുന്ന ഒരു സിനിമ എന്നുള്ള ആ ഒരു റെക്കോർഡ് എന്നും എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ പേരിലുണ്ടാവും. ഇന്നലെ ബുക്ക് മൈ ഷോയിലെ തീയിട്ട് ഞെട്ടിച്ച് കളഞ്ഞല്ലോ എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം. അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ എമ്പുരാൻ മൂവി ഇപ്പോൾ ചർച്ചയായിരിക്കുന്നു. കാത്തിരിക്കാം എമ്പുരാൻ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട്. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. ഓക്കെ, ബൈ.